ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലീഗൽ നെക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 52 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ declares that there shall be a president of India. He is the constitutional head of the state. The president of India is the executive head of state and the supreme commander of the Indian armed force. The executive powers of the union is vested in the president. Qualification for election as president. Article 58. Article 58 of the Constitution of India prescribes that qualification of a president candidate by virtue of Article 58 of the Constitution of India, a person shall not be eligible for election as president unless the following conditions are satisfied. He must be citizen of India. He must have completed the age of 35 and he must be qualified for election as a member of the House of People. സെക്ഷൻ 58ലാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആവാവുന്നതിനുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. ഒരു വ്യക്തി ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അതുപോലെ തന്നെ 35 ഇയേഴ്സ് അറ്റൈൻ ചെയ്തിരിക്കണം. അതുപോലെ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ പാകത്തിലുള്ള എല്ലാ ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിന് വേണ്ടിയിരിക്കുന്നു. ആർട്ടിക്കിൾ 56 ടേം ഓഫീസ് ഓഫ് പ്രസിഡന്റിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നു. Article 56 of the Constitution of India states that the President shall hold office for a term of 5 years unless his successor enter upon his office. President resign his office by writing under his hand address to the Vice President. The President is removed from his office for violation of the Constitution by impeachment in the manner provided in Article 61. ആർട്ടിക്കിൾ 56 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിന് കാലാവധി എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. കൂടാതെ അദ്ദേഹത്തിന് പദവിയിലിരിക്കാവുന്ന കാലം എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രസിഡന്റ് എൻറ്റർ ചെയ്യുന്നത് വരയ്ക്ക് അദ്ദേഹത്തിന് പദവിയിൽ തുടരാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന് അദ്ദേഹം റിസൈൻ ചെയ്യാനായി വൈസ് പ്രസിഡന്റിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ് വഴിയും ഇന്ത്യൻ പ്രസിഡന്റിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാവുന്നതാണ്. ആർട്ടിക്കിൾ 54 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജ് വഴിയാണ്. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് 2 പാർലമെന്റിലെ ഹൗസസിലെയും അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്ടഡ് മെമ്പേഴ്സുമാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. The President of India shall hold office for a term of 5 years from the date of which he enter upon his office. An election to fill a vacancy caused by the expiration of the term of office of President shall be completed before the expiration of the term. An election to fill a vacancy in the office of President occurring by reason of his death, resignation or removal or otherwise shall be held within 6 months from the date of occurrence of vacancy, and the person elected to fill the vacancy shall be entitled to hold office for the full term of 5 years of the date on which he entered upon his office. In order to conduct the election of President, the Election Commission shall appoint a returning officer and assistant returning officer after consulting central government. ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുതിയ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതുപോലെ ഡെത്ത്, റെസിഗ്നേഷൻ, ഇംപീച്ച്മെന്റ് മുഖാന്തരം ഏതെങ്കിലും ഒരു തരത്ത് പ്രസിഡന്റ് ഓഫീസ് വേക്കൻസി ആയി കിടക്കുകയാണെങ്കിൽ 6 മാസത്തിന് ഉള്ളിൽ തന്നെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം ചാർജ് എടുത്ത് അടുത്ത 5 വർഷം അദ്ദേഹത്തിന്റെ ഓഫീസ് കൊണ്ടുപോകുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിന് വേണ്ടി ഒരു റിട്ടേണിംഗ് ഓഫീസറിനെയും അതുപോലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറിനെയും സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസൾട്ട് കൂടി തിരഞ്ഞെടുക്കാവുന്നതാണ്. Oath and affirmation. Article 16. Every person and every president acting as a president before entering upon his office take oath in the presence of Chief Justice of India or in his absence the senior most judge of the Supreme Court.
ആർട്ടിക്കിൾ 16 പ്രകാരം എല്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഓഫീസ് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് സുപ്രീം കോർട്ടിൽ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഓത്ത് എടുക്കേണ്ടതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ അവിടെ സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജിന് മുന്നിലാണ് ഇത്തരത്തിലുള്ള ഓത്ത് എടുക്കുന്നത്. ആർട്ടിക്കിൾ 57 റീ എലക്ഷൻ എലിജിബിലിറ്റി. Anyone who holds the president's office would be competent for re-election based on the other requirements of the constitution. ആർട്ടിക്കിൾ 57 പ്രകാരം പ്രസിഡന്റായിരുന്ന ഏതൊരു വ്യക്തിക്കും വീണ്ടും റീ എലക്ഷൻ ചെയ്യാനുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കുന്നതാണ്. പവേഴ്സ് ഓഫ് പ്രസിഡന്റ് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് കുറച്ച് പെർട്ടിക്കുലർ പവേഴ്സ് അഫോം ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് പവർ. ആർട്ടിക്കിൾ 53 സ്റ്റേറ്റ് ദാറ്റ് all the executive powers of the Union will be vested in the President of India. President shall be the supreme commander of all armed force of the state. Legislative powers. Article 79. The President is part of Parliament along with Lok Sabha and Rajya Sabha. Article 79 പ്രകാരം പ്രസിഡന്റ് പാർലമെന്റിലെ രണ്ട് സഭകളിലെയും ഒരു പാർട്ടായി കണക്കാക്കുന്നു. Article 85. The President may from time to time summons prorogues the House or either House or dissolves the House of People. Article 86. The President may address both Houses of Parliament and can send messages. Article 111. A President shall either give assent to bill which then become law or withhold assent or return the bill for reconsideration. Article 123. Promulgates or denies when Parliament is not in sessions having the same force and effect as laws passed by Parliament. Pardoning power. Article 72. The President shall have the power to grant pardons, reprieves, receipts, or remission of punishment, or to suspend, remit, or commute the sentence given to person by the court in following cases: when the sentence is granted by court material, when the punishment or sentence is given for offense again violation of any law relating to matters to which the executive power of the Union extend, when the death sentence is passed by court. പാർഡണിംഗ് പവർ എന്നത് പ്രസിഡന്റ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പവറാണ്. ഇതുപ്രകാരം പ്രസിഡന്റിന് ഒരു വ്യക്തിയുടെ പനിഷ്മെന്റിന് പാർഡൺ ചെയ്യാനോ റെമിഷൻ ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ കഴിയുന്നു. ഇത് മെയിനായിട്ട് ഡെത്ത് സെന്റൻസിനാണ് ഇത്തരത്തിലുള്ള റെമിഷനൊക്കെ അനുവദിക്കുക. എമർജൻസി പവേഴ്സ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്രാൻസ് പ്രസിഡന്റ് 3 kinds of emergency powers and they are as follows. The President may proclaim national emergency due to war, external aggression or armed rebellion. Article 352. President may impose President's rule in state if the state government is unable to function according to the provision of the Constitution. Article 356. The President may declare financial emergency if the financial stability or credit of India threatens. Article 360. പ്രസിഡന്റിന്റെ എമർജൻസി പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 തരത്തിലാണുള്ളത്. ഒന്ന്, സ്റ്റേറ്റിനകത്ത് എക്സ്റ്റേണൽ വാർ ഇല്ലെങ്കിൽ അഗ്രഷൻ, ആർമഡ് റിബല്യൻ ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് പ്രസിഡന്റിന് ഒരു എമർജൻസി പവർ യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്സിന് വന്ന അതിന്റെ ഫങ്ഷൻസ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്രസിഡന്റിന് എമർജൻസി പവർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസി എന്നാണ് ലാസ്റ്റത്തെ ഒരു എമർജൻസി പവർ എന്നത് പറയുന്നത്. ഇന്ത്യയിൽ വന്നിട്ട് ഒരുപാട് ഫിനാൻഷ്യലി ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ്സ് വന്നിട്ട് ഒരുപാടാവുന്ന സമയത്ത് ഒരു ത്രെട്ട് ഇന്ത്യക്ക് ത്രെട്ട് ഉണ്ടാവാം എന്ന സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ എമർജൻസിയും പ്രഖ്യാപിക്കാവുന്നതാണ്. ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. ആർട്ടിക്കിൾ 61. The President of India may be removed by the process of impeachment in Parliament. The following are the rules connected with the impeachment of President. Impeachment is possible only on the charge of violation of Constitution. The charge of violation of Constitution may be preferred by Lok Sabha or Rajya Sabha. The House by which the charge is preferred should pass a resolution by majority of not less than 2/3 of the total membership of the House. ആർട്ടിക്കിൾ 61 പ്രകാരം ഇംപീച്ച്മെന്റ് ഡീൽ ചെയ്യുന്നു.
ഇംപീച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന രീതിയാണ് ഇംപീച്ച്മെന്റ്. ഒരു പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ബോത്ത് ഹൗസസ്, ലോക്സഭ ആൻഡ് രാജ്യസഭയ്ക്ക് ഇത്തരത്തിലുള്ള വയലേഷനെ ചൊല്ലി പ്രമേയം ഉന്നയിക്കാവുന്നതാണ്. ഏത് ഹൗസാണോ ഇത്തരത്തിലുള്ള പ്രമേയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ ഹൗസിൽ 2/3 ടോട്ടൽ മെമ്പേഴ്സിന്റെ വോട്ട് അല്ലെങ്കിൽ മെജോറിറ്റി കിട്ടിയിരിക്കണം. At least 14 days notice of resolution should be given before such resolution is moved. Such a notice should be signed by not less than 1/4 of the total members of the house in which the resolution is moved. The charge so preferred by either house should be investigated the other house. The president can appear or send his representative at such investigation. After the investigation, if a resolution is passed by the investigating house by a 2/3 majority declaring that the charge preferred is established, such resolution shall have the effect of removing the president from his office as from the date on which the resolution is passed. പ്രമേയം നൽകുന്നതിന് 14 ദിവസം മുൻപ് തന്നെ നോട്ടീസ് നൽകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നോട്ടീസ് 1/4 ടോട്ടൽ മെമ്പേഴ്സിന്റെ വോട്ടും നൽകിയിരിക്കണം. അതുപോലെ തന്നെ ഏത് ഹൗസ് ആണോ അങ്ങനെ ചാർജ് പ്രിഫർ ചെയ്യുന്നത് അതർ ഹൗസ് ഒന്ന് ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഈ ഇൻവെസ്റ്റിഗേഷനിൽ പ്രസിഡന്റിന് ഡയറക്റ്റ് ആയിട്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് റെപ്രസെന്റേറ്റീവിനോ അയക്കാവുന്നതാണ്. അതുപോലെ ഈ റെസല്യൂഷൻ അയച്ചത് ശരിയാണെന്ന് തെളിയിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനിലൂടെ എങ്കിൽ ബൈ 2/3 മെജോറിറ്റിയോടെ എങ്കിൽ അത്തരത്തിലുള്ള പ്രസിഡന്റിന് റിമൂവൽ നടത്താവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസിഡന്റിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ചതാണ്. ആരാണ് പ്രസിഡന്റ് എന്നും അദ്ദേഹത്തിന്റെ എലിജിബിലിറ്റി, അദ്ദേഹത്തിന്റെ ഹൗസിന്റെ ഡ്യൂറേഷൻ എന്താണെന്നും അതുപോലെ അദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യുന്നത് എന്താണെന്നും പവേഴ്സ് എന്താണെന്നും നമ്മൾ വിശദമായി പഠിച്ചതാണ്. Thank you for watching this video. If you found this video helpful, don't forget to like, share and subscribe for more legal insights.